നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. കേരള വിഷൻ നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏപ്രിൽ മാസം അവസാന വാരത്തെ ആഴ്ചഫലമാണ് നോക്കുന്നത്. ആഴ്ചയിലെ നക്ഷത്രഫലങ്ങൾ ഓരോ ജാതകർക്കും വ്യത്യസ്തങ്ങളായിട്ടാണ് വരിക. അവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഗ്രഹനിധിയിലെ നക്ഷത്രകാരകനെ അനുസരിച്ചായിരിക്കും നമുക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരേ നക്ഷത്രത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഓരോ ആഴ്ചയിലും പലതരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മേടക്കൂർ, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേർന്നതാണ് മേടക്കൂർ. മേടരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. അത് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവുക, അതേപോലെ തന്നെ പുതിയ ജോലിയിലേക്ക് തേടുന്ന ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടുക, സ്ഥലം വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാവുക, അങ്ങനെ പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിൽ പലതരത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ട്. കുടുംബപരമായി നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കലഹത്തിലിരുന്ന ആൾക്കാരാണെങ്കിൽ അവർ തമ്മിൽ സെപ്പറേറ്റ് ആവുക, അവരുടെ വിവാഹ ബന്ധത്തിൽ കുട്ടികളെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാവുക, ആ തർക്കം കോടതിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പോയിട്ട് വലിയ കാലതാമസങ്ങൾ ഉണ്ടാക്കുക. അപ്പം അങ്ങനെയുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളും കുടുംബജീവിതത്തിലുള്ളവർക്ക് നമ്മൾ വളരെയധികം സ്ട്രോങ് ആയി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യാനായിട്ട് യഥാശക്തി മനസ്സിന് ശക്തി കൂട്ടി, അതായത് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുകയും അതേപോലെ തന്നെ മനസ്സിന് ശക്തി ഉണ്ടാകാൻ പ്രാണായാമം ചെയ്യുകയും ഇഷ്ടദൈവത്തെ ഭജിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങൾ ലഭിക്കുകയും ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കരകയറാൻ സാധിക്കുന്നതാണ്. ഇടവക്കൂർ, കാർത്തിക മുക്കാപാദം രോഹിണി മകീരത്തിൽ അര പാദം ചേർന്നതാണ് ഇടവക്കൂർ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇടനില നിൽക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തികപരമായി മെച്ചമുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ കുറച്ച് സങ്കടങ്ങളും വരുന്നതാണ്. അവർക്ക് ഇടപാടുകൾ നടക്കുമെങ്കിലും അവരുമായി വലിയ വലിയ വഴക്കുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വരിക, അതുമൂലം ചിലപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടാതെ വരിക എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വാഹനത്തെ ചൊല്ലി പ്രശ്നങ്ങൾ വരിക, അശ്രദ്ധ കൊണ്ട് പിഴ കൊടുക്കേണ്ടി വരിക. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അശ്രദ്ധ കൊണ്ട് പരീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ കോഴ്സ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള പല ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അശ്രദ്ധ മൂലമാണ് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെയും നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കരകയറാനായിട്ട് ഇങ്ങനെയുള്ള തനിക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധയോടെ ഒരു വിദഗ്ധ ഉപദേശം തേടി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ സമാധാനവും കിട്ടുന്നതാണ്. യഥാശക്തി ഈശ്വരവചനത്തോടെ തങ്ങളുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. മിഥുനക്കൂർ, മകീരത്തിൽ അര തിരുവാതിര പുണർദം മുക്കാപാദം ചേർന്നതാണ് മിഥുനക്കൂർ. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലമാണ് ഈ ആഴ്ച മിഥുനക്കൂറുകാർക്ക്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുക, അതേപോലെ തന്നെ
ഈ കുടുംബജീവിതത്തിൽ വിവാഹം ബന്ധത്തിന് പ്രശ്നമുണ്ടായിട്ടുള്ള കോടതി അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് അതിനൊരു പരിഹാരമുണ്ടാവുക. അപ്പം അങ്ങനെ നിയമപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു ശമനമുണ്ടാവുക. അതേപോലെ തന്നെ മാരാരോഗങ്ങൾ അല്ലെങ്കിൽ രോഗപീഠയിൽ വളഞ്ഞുകൊണ്ടിരിക്കുന്ന പലർക്കും രോഗമുക്തി കിട്ടുക. അങ്ങനെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ഒരു മുക്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കാലകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമുകൾ അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകാൻ പറ്റാതെ കിടന്ന ആൾക്കാർക്ക് അത് പാസ്സാകാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല റിസൾട്ടുകൾ കിട്ടുക. അപ്പം എല്ലാ നേട്ടങ്ങളും, പലതരത്തിലുള്ള നേട്ടങ്ങളും സംഭവിച്ച് നമുക്ക് സന്തോഷത്തിലേക്കുള്ള ഒരു യാത്ര, ആ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരാഴ്ചയാണ് മിഥുനരാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷെ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ സൂക്ഷിക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾ, അതായത് ഒരു 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ബാലാരിഷ്ടതയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ രോഗപീഠകൾ വന്നിട്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പേരൻസിന് കുറച്ച് സങ്കടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനോട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്ത് നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഇഷ്ടദൈവത്തെ ഭജിച്ച് മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. കർക്കിടക്കൂറ്, പുണർദത്തിൻ്റെ കാൽപാദം പൂയം ആയില്യം ചേർന്നാണ് കർക്കിടക്കൂറ്. വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ വാഹനം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാർക്ക് സന്തോഷപ്രദമായ ഒരു കാലമാണ്. പലതരത്തിലുള്ള ബിസിനസ്സുകൾ കൂടുതൽ കിട്ടുക, അതിലൂടെ ലാഭങ്ങൾ ഉണ്ടാകുക, വാഹനം കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലം. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെയധികം നേട്ടങ്ങളാണ് കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച. അതേപോലെ തന്നെ വസ്തു സംബന്ധമായി ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അവർക്ക് ലഭിക്കുന്ന ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് നിയമപരമായി കറക്റ്റ് ആകണമെന്നില്ല. അത് ശ്രദ്ധിക്കാതെ പോയി ചെയ്ത് നഷ്ടങ്ങളിൽ ചെന്നപ്പെടാനൊരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മളോരോ കാര്യങ്ങൾ നീക്കുപോക്കാനായിട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഉത്തമമായ ഒരു കാലമാണ്. വിവാഹം, പുതിയ ബന്ധങ്ങൾ വരിക. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും പുതിയ നല്ല വിദ്യാഭ്യാസത്തിനുള്ള ഹയർ സ്റ്റഡീസിനുള്ള സാധ്യതകൾ തുറന്നു വരിക, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് കിട്ടുക എന്ന് പറഞ്ഞ ഒരു പലതരത്തിലുള്ള സന്തോഷപ്രദമായ തുടക്കങ്ങൾ സംഭവിക്കുന്ന ഒരു ആഴ്ചയാണ് കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷെ അതേപോലെ തന്നെ ആരോഗ്യപരമായുള്ള ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ തുടങ്ങാനൊരു സാധ്യത. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാനും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനും ഉള്ളൊരു സാധ്യതയുണ്ട്. ഇതിനായി മനസ്സിന് ശക്തി കൂട്ടേണ്ടതാണ്. അതേപോലെ തന്നെ യഥാശക്തി ഈശ്വരഭജനം നടത്തി നമ്മൾ മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം ഒക്കെ പാദം ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരിക, അതുമൂലം ഉണ്ടാകാവുന്ന കുറച്ച് സങ്കടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുക. ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യുന്ന ആൾക്കാർ, ഇടനിലക്കാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർ അശ്രദ്ധ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയും അതുമൂലം അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനൊരു സാധ്യത. ശ്രദ്ധക്കുറവുകൊണ്ടുണ്ടായതാണ്. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അവിടെയാണ് ഭ്രമം വരുന്നത്. ആ ഭ്രമത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ ദേഷ്യം കൂടുക, ഭയങ്കരമായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ കലഹിക്കുക, അതുമൂലം കുടുംബജീവിതത്തിലെ ചെറിയ അസ്വസ്ഥതകൾ, അത് വളരെയധികം ശ്രദ്ധയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരികയും അത് ചിലപ്പോൾ പുറത്തോട്ട് പോകുന്ന അവസ്ഥ, അതായത് ബന്ധം വേർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടാകാനൊരു സാധ്യത ഉണ്ട് അവിടെ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം
ചിങ്ങരാശിക്കാർ ഈ ആഴ്ച ഓരോ കാര്യങ്ങളെ സമീപിക്കാനും അത് മുന്നോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വാക്ക് കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കന്നിക്കൂർ. ഉത്തരത്തിൻ്റെ മുക്കാപാദവും അത്തവും ചിത്രയുടെ അരപ്പാദവും ചേർന്നതാണ് കന്നിക്കൂർ. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സങ്കടകരമായ കാലമാണ്. മനക്ലേശങ്ങളാണ് നമ്മൾ പറയുന്നത്. ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ, നമ്മൾ ചെയ്തു കൊടുത്തതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെപ്പറ്റി മോശമായി പറയുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെ നമുക്ക് വരിക. അപ്പം ജോലി സ്ഥലത്താണെങ്കിലും മേലധികാരിയുടെ ഭാഗത്തു നിന്ന് ശകാരം കേൾക്കേണ്ടി വരിക, അതുപോലെ സുഹൃത്ത് നമ്മളെ കബളിപ്പിക്കുക, സങ്കടകരമായ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ കന്നിരാശിയിലുള്ള ഈ ജാതകർ ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. അവർ തങ്ങളെ ഭ്രമിപ്പിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത്തം ചിത്തിര നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ മനസ്സിന് ശാന്തി കിട്ടാനായിട്ട് യഥാശക്തി ഈശ്വരവചനം നടത്തി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. തുലാക്കൂർ. ചിത്രയുടെ അരപ്പാദവും ചോതി വിശാഖം മുക്കാപാദവും ചേർന്നതാണ് തുലാക്കൂർ. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ സംഭവിക്കുക, മംഗളകാര്യങ്ങൾ ഉണ്ടാവുക, ലാഭമുണ്ടാവുക, അതേപോലെ തന്നെ യാത്രകൾ നടത്തുക. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. സന്തോഷകരമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഉല്ലാസയാത്രകൾ നടത്താൻ സാധിക്കുക, അതിലൂടെ മനസ്സിന് ശാന്തി ലഭിക്കുക, കുടുംബത്തിന് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാവുന്ന ഒരവസ്ഥ ഉണ്ട്. അതേപോലെ തന്നെ ഈ യാത്രകളിൽ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ ക്ലേശങ്ങളുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് സാമ്പത്തിക നഷ്ടത്തിലും അതേപോലെ തന്നെ ആരോഗ്യപരമായ ദോഷങ്ങളിലേക്ക് എത്താക്കാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ജലവും സൂക്ഷിക്കണം. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന പാദവും അനീഴം തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂർ. വൃശ്ചിക രാശിക്കാർക്ക് ഈ കാലം ക്ലേശകരമായ ഒരു അവസ്ഥയായിട്ടാണ് പറയുന്നത്. മാനസിക ക്ലേശങ്ങൾ, ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും മാനഹാനി, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, അതുമൂലം വഴക്കുണ്ടാവുക, അങ്ങനെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുടുംബിനികൾക്ക് വീട്ടിൽ ഗ്രഹത്തിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കൾ തമ്മിലുള്ള കലഹങ്ങൾ വന്നിട്ട് അതുമൂലം ഉണ്ടാക്കാവുന്ന കുറച്ചൊരു മാനസിക സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഈ മാനസിക സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ അബദ്ധമാകുന്ന പല തീരുമാനങ്ങൾ എടുക്കാനൊരു സാധ്യതയുണ്ട് അവിടെ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. അപ്പോൾ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ആഴ്ച വൃശ്ചിക രാശിക്കാർ ഓരോ കാര്യത്തെയും സമീപിക്കാനും അവർക്ക് അവരുടെ മനസ്സിന് ശാന്തി കിട്ടാനായിട്ട് യഥാശക്തി ഇഷ്ടദൈവത്തെ ഭജിച്ച് മനസ്സിൽ നിന്നും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും മാറ്റേണ്ടതാണ്, ശാന്തി വരുത്തേണ്ടതാണ്. ധനുക്കൂർ. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽപാദം ചേർന്നതാണ് ധനുക്കൂർ. ധനുരാശിയിലുള്ള ഭൂമി സംബന്ധമായ ഇടപാടുകൾ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഭൂമിയുടെ ഡോക്യുമെൻറ്റ്സ് മുഖേന ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, നിയമപരമായി ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ വളരെയധികം വല്ലാതെ അവരെ വലിക്കുന്നതായിരിക്കും. കാലാകാലങ്ങളായി ചിലപ്പോൾ അതിനുവേണ്ടി അലയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ മേഖലകളിൽ അല്ലെങ്കിൽ ആ വസ്തു സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് വളരെയധികം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിലൂടെ വലിയധികം ക്ലേശങ്ങളും ധനനഷ്ടവും ഉണ്ടാകാനൊരു സാധ്യത നമ്മളവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളായിട്ടുള്ള ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരികയോ അല്ലെങ്കിൽ അതിൽ താൻ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ധനുരാശിയിലുള്ള ആൾക്കാർക്ക് ഈ ആഴ്ച പറയുന്നുണ്ട്.
വളരെയധികം ശ്രദ്ധയോടെ താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനൊരു വിദഗ്ധോപദേശം തേടേണ്ടതും അത്യാവശ്യമാണ്. ദേവവചനം നടത്തി മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കേണ്ടതാണ്. മകരക്കുറ്. ഉത്രാടത്തിൻ്റെ മുക്കാപാദവും തിരുവോണം അവിട്ടം അരപാദവും ചേർന്നതാണ് മകരക്കുറ്. മകരരാശിക്കാർക്ക് ഈ കാലം ഗുണദോഷ സമ്മിശ്രമാണ്. പലതരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ട് എങ്കിലും അതിനെയൊക്കെ യഥാശക്തി തരണം ചെയ്യാൻ സാധിക്കുകയും അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുകയും സമചിത്തതയുടെ ഓരോ കാര്യങ്ങളെ ശ്രദ്ധിച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ നമുക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. സങ്കടങ്ങളെയെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതത്തിനകത്താണെങ്കിലും നല്ല സന്തോഷങ്ങൾ ഉണ്ടാവുകയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പുതിയ പുതിയ റിലേഷൻഷിപ്പ് കിട്ടുകയും അതിലൂടെ നമുക്ക് സന്തോഷമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പൊതുവെ കുടുംബജീവിതം കുറച്ച് സന്തോഷപ്രദമായി വരും മകര രാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ ഇതിൽ മുതിർന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ചിലപ്പോൾ മോശപ്പെട്ട ഒരു ഇതുണ്ട്. അതിന് വേണ്ടുന്ന യഥാശക്തി ചികിത്സാകാരികളും അതിൻ്റെ മറ്റ് മരുന്ന് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുട്ടികളാണെങ്കിലും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അവർക്കും ആരോഗ്യപരമായിട്ട് ഒടിവ്, ചതവ്, അതുമൂലം സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭക്കൂറ്. അവിട്ടം അരപ്പാദവും ചതയം പൂരിട്ടാതിയുടെ മുക്കാപാദവും ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ഈ കാലം ഗുണകരമല്ല. പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാവാം, മാനസിക ബുദ്ധിമുട്ടുകൾ വരാം, വഴക്കുകൾ ഉണ്ടാവാം, അതേപോലെ തന്നെ നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അസറ്റുകൾ വസ്തുവകളായിട്ടുമുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും കുറച്ച് കഷ്ടനഷ്ടങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പൂരിട്ടാതി ചതയം നക്ഷത്രക്കാർക്ക് അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. ഇല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ വരികയും അതിനെ തരണം ചെയ്യാൻ സാധിക്കാതെ വരുന്നതുമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധയോടെ തൻ്റെ മനസ്സിന് ശാന്തി കിട്ടാനായിട്ട് ഈശ്വരവചനം നടത്തി അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിന് ശക്തി വരുത്തേണ്ടതാണ്. മീനക്കൂറ്. പൂരിട്ടാതി കാൽപാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേർന്നാണ് മീനക്കൂറ്. എല്ലാ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിട്ടാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത്. വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാവരും ഇഷ്ടദൈവത്തെ ഭജിച്ച് തങ്ങളുടെ മനസ്സിന് ശാന്തി വരുത്തി അല്ലെങ്കിൽ മനസ്സിന് ശക്തി കൂട്ടി നമ്മൾ എല്ലാ കാര്യവും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇഷ്ടദൈവത്തെ ഭജിച്ച് മനസ്സിന് ശാന്തി കിട്ടുന്ന വഴി നമുക്ക് എല്ലാ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും അതിൽ നിന്നും സന്തോഷപ്രദമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. കാരണം ഇപ്പോൾ നമ്മൾ ഇടപെടുന്ന പല മേഖലകളിലും എക്സ്റ്റേണൽ എനർജി വരാനൊരു സാധ്യതയുണ്ട്. അത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനപരമായ ഒരു ജീവിതം കിട്ടുന്നതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.